ന്യൂഫൈ അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ഫോറക്സ് ട്രേഡിംഗ് വെബിനാറിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. ആദ്യത്തെ സെഷനിൽ നമ്മൾ ഫോറക്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായി രണ്ടാമത്തെ സെഷനിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഫോറക്സ് ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും എന്തൊക്കെയാണ്, അതിൻ്റെ റിയാലിറ്റി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയാസിലൂടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് പല പ്രൊമോഷൻസും അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഈ കാണുന്നതൊക്കെ ശരിയാണോ, സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന പലതും യാഥാർത്ഥ്യമല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയാസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന പല പ്രൊമോഷൻസും റിയൽ അല്ല. കാരണം ഇന്ന് ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ, ഈ ഒരു ഇൻഡസ്ട്രിയുടെ റിയാലിറ്റി പറയുകയാണെങ്കിൽ, ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ റിയൽ ആയിട്ടുള്ള ട്രേഡേഴ്സും അതുപോലെ തന്നെ ഫേക്ക് ആയിട്ട് ഉള്ള ഇൻഫ്ലുവൻസേഴ്സുമുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലും ചെയ്യുന്നത് അവർ ട്രേഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം പലതരത്തിലുള്ള ഫേക്ക് പ്രോമിസസും അല്ലെങ്കിൽ ഫേക്ക് സ്ക്രീൻഷോട്ട്സൊക്കെ, പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട്സൊക്കെ കാണിച്ചുകൊണ്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതിലൂടെ പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മിക്കവാറും ഇത്തരത്തിലുള്ള ആളുകളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബിഗിനേഴ്സാണ്. ഈ ഒരു ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ബിഗിനേഴ്സിനെയാണ് ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ട്രാപ്പായി പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷൻ, പ്രധാനപ്പെട്ട കാര്യം ഇമോഷനാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ച് പലപ്പോഴും ട്രേഡിംഗ് അവർ ചൂസ് ചെയ്യുന്നത് ഒരു ഇമോഷൻ്റെ ബേസിലാണ്. ഒരിക്കലും ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടല്ല പല ആൾക്കാരും ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. പൂർണ്ണമായും ഇമോഷൻ്റെ പുറത്താണ്. ഒരു വൈകാരികമായിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ, ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലൂടെ നേടിയെടുക്കാൻ, ട്രേഡിങ്ങിലൂടെ നേടിയെടുക്കാൻ എന്നൊക്കെ അത്തരത്തിലുള്ള ഇമോഷൻസിൻ്റെ ബേസിലാണ് പല ആൾക്കാരും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്, ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ പെട്ടെന്ന് പറ്റിക്കാൻ ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിന് സാധിക്കുന്നു. അതുപോലെ ഗ്രീഡ്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗ്രീഡ് എന്ന് പറയുന്നത് അത്യാർത്തി. ട്രേഡിങ്ങിലൂടെ പെട്ടെന്ന് പണക്കാരനാകാം, വളരെ പെട്ടെന്ന് കുറേ സമ്പാദിക്കാം എന്നുള്ളൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് നോളജ്, മെയിനായിട്ടുള്ള കാര്യം. ഈ ട്രേഡിംഗ് ഇൻഡസ്ട്രിയെ പറ്റി കൃത്യമായ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഇന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ ട്രേഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് പ്രധാനമായുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നോക്കാം. പല ആൾക്കാരും ധരിച്ചു വച്ചിരിക്കുന്നത് ഫോറക്സ് എന്ന് പറയുന്നത് വളരെ ഈസിയായി പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ്. ഒരിക്കലും ഫോറക്സ് ട്രേഡിങ് ഈസി അല്ല. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. അതായത് ഫോറക്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് സോ സിമ്പിൾ ബട്ട് നോട്ട് ഈസി. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഈസി അല്ല. ഒരിക്കലും ഈസി മണി, പെട്ടെന്ന് ക്വിക്കായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ട്രേഡിംഗ്. ഫോറക്സ് ഈസ് എ സ്കിൽ ബേസ്ഡ് പ്രൊഫഷൻ. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ഏതൊരാൾക്കും പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫോറക്സ് ട്രേഡിംഗ്. ഒരിക്കലും ഭയങ്കര ടാലൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ വലിയ അറിവോ ഒന്നും ഈ ഒരു ട്രേഡിംഗ് കരിയറിൽ ആവശ്യമില്ല. പക്ഷേ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഏതൊരാൾക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി അതുപോലെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് കൂടുതൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ്. ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങിലേക്ക് വരുന്ന ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. കൂടുതൽ ട്രേഡ് എടുത്താൽ കൂടുതൽ പ്രോഫിറ്റ് ആകുന്നുള്ള ഒരു തെറ്റിദ്ധാരണ പല ആളുകൾക്കുണ്ട്. ഒരിക്കലും കൂടുതൽ ട്രേഡ് എടുക്കുമ്പോഴല്ല നമുക്ക് പ്രോഫിറ്റ് ആവുന്നത്, ക്വാളിറ്റി ഉള്ള ട്രേഡ്സ് എടുക്കുമ്പോഴാണ്. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. എണ്ണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി, നല്ല ട്രേഡ്സ് മാത്രം എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് ഒക്കെ ഇത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരിക്കലും പ്രൊഫഷണൽ ട്രേഡേഴ്സ് വെറുതെ ഇങ്ങനെ കുറേ ട്രേഡ്സ് എടുക്കുക അല്ല ചെയ്യുന്നത്. അവർ അവരുടെ സെറ്റപ്പിനനുസരിച്ച് നല്ല ട്രേഡ്സ് നോക്കി മനസ്സിലാക്കി, നല്ല ട്രേഡ്സ് ഉണ്ടെങ്കിൽ മാത്രം അവർ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഇന്ന്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഞാൻ ഈ പറഞ്ഞ പോലെ പല ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സും ഇത് നമുക്ക് കാണിച്ചു തരുന്നതാണ് 100% ആയിട്ടുള്ള വിന്നിങ് സ്ട്രാറ്റജി. അതായത് എടുക്കുന്ന ട്രേഡ്സ് എല്ലാം പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ബിഗിനേഴ്സിൻ്റെ ഇടയിലുണ്ട്. ഒരിക്കലും ട്രേഡിങ്ങിൽ 100% വിന്നിങ് സ്ട്രാറ്റജി ഇല്ല. അങ്ങനെ 100% നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡ്സും സക്സസ് ആവുന്ന ട്രേഡേഴ്സും ഇന്ന് ലോകത്തില്ല.
ഈ ഒരു ട്രേഡിംഗ് ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിംഗ് കരിയറിൻ്റെ പാർട്ടാണ് ലോസസ്. പക്ഷെ എപ്പോഴാണ് നമ്മൾ സക്സസ് ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോസസ് വിന്നിങ്ങിനേക്കാൾ കുറയുന്ന സമയത്ത്, മീൻസ് നമ്മൾ എടുക്കുന്ന ട്രേഡ്സിൽ ഇപ്പോൾ ഒരു 10 ട്രേഡ്സ് എടുക്കുകയാണ്, ആ 10 ട്രേഡിൽ ഒരു നമ്മുടെ റിസ്ക് റിവാർഡിനനുസരിച്ച് ഒരു 7 ട്രേഡ് പ്രോഫിറ്റ് 3 ട്രേഡ് ലോസ് ആണെങ്കിലും നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിങ്ങിൽ ഒരിക്കലും ലോസസ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ലോസസ് ഉണ്ടാവും, അതിൽ നിന്ന് റിക്കവർ ആവുക എന്നുള്ള കാര്യമാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ചെയ്യുക. ലോസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ട്രേഡിൽ അത് റിക്കവർ ചെയ്യാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിയാലിറ്റി. പക്ഷെ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ പ്രോഫിറ്റ് ആയാലും മാത്രമേ നമുക്ക് ഇതിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റൂ. ഇനി അതല്ലെങ്കിൽ നല്ല ട്രേഡേഴ്സ് എന്ന് പറയുന്നത് 100% എടുക്കുന്ന എല്ലാ ട്രേഡ്സും പ്രോഫിറ്റബിൾ ആക്കുന്ന ട്രേഡേഴ്സ് മാത്രമാണ് നല്ല ട്രേഡേഴ്സ് എന്നൊക്കെ തെറ്റിദ്ധാരണ പല ആൾക്കാരുടെയും മനസ്സിലുണ്ട്. പിന്നെ അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിഗ്നൽസ്. നമുക്ക് ആരെങ്കിലും നല്ലൊരു ട്രേഡറിൻ്റെ അടുത്ത് നമുക്ക് സിഗ്നൽസ് കിട്ടുന്നതാണെങ്കിൽ ആ സിഗ്നൽസ് വെച്ച് ട്രേഡ്സ് എടുത്ത് നമുക്ക് വലിയ പണക്കാരനാവാം. ഞാൻ ഇന്നലത്തെ സെഷനിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരിക്കലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാലാകാലം ട്രേഡ്സ് എടുത്ത് അല്ലെങ്കിൽ അവർ തരുന്ന ട്രേഡിംഗ് സിഗ്നലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരാൾക്കും പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. കാരണം ഈ ഡിപ്പെൻഡൻസി വരുന്നതുകൊണ്ട് തന്നെ ഈ നമുക്ക് ട്രേഡിംഗ് സിഗ്നൽസ് തരുന്ന ആൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ സിഗ്നൽ തരാതിരുന്നാലോ ഇനി അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിൽ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 0 ആയി. നമ്മൾ ഒന്നുകിൽ ഇതുപോലെയുള്ള വേറൊരു സിഗ്നൽ തരുന്ന ആൾക്കാരെ അന്വേഷിച്ച് നടക്കേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ് പഠിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സിഗ്നൽസിൻ്റെ പുറകെ പോവാതെ ട്രേഡിങ് കൃത്യമായി പഠിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് പ്രോഫിറ്റ്, അതായത് ഇൻഡിപെൻഡൻ്റായി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതുപോലെ നമുക്കിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് സ്കാംസ്, തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പല ആളുകളും ചിലപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ കുറച്ച് ആൾക്കാരൊക്കെ ട്രേഡിങ്ങിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് തട്ടിപ്പുകളാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് സിഗ്നൽ ഗ്രൂപ്പ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഗ്രൂപ്പ്സ് ഇന്ന് ടെലഗ്രാമിലും അവരുടെയൊക്കെ ആയിട്ട് ഇട്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന സിഗ്നൽ ഗ്രൂപ്പ്സിൽ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു നിശ്ചിത തുക അവർക്ക് കൊടുക്കുക. മേ ബി അതൊരു സബ്സ്ക്രിപ്ഷൻ പോലെയൊക്കെ ആയിരിക്കും. മന്ത്ലി ഇത്ര ചാർജസ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും സിഗ്നൽ ഗ്രൂപ്പ്സ് ഉണ്ടാവുക. നമ്മളതിലൊരു പണം കൊടുത്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നു. അതിൽ കുറേ സിഗ്നൽസ് വരും. ഇത്തരത്തിലുള്ള കുറേ സ്കാംസ് നടക്കുന്നു. പിന്നെ അതുപോലെ ടെലഗ്രാം VIP ട്രാപ്സ്, ടെലഗ്രാമിൽ തന്നെ VIP ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ടെലഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ടാവും. അതിലും പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചാർജ് എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കാം. ആ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തുകൊണ്ട് ജോയിൻ ചെയ്ത് അവർ തരുന്ന സിഗ്നൽസിന് അനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കാമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പെയ്ഡ് ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് ട്രേഡിങ്ങിൽ പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ വരുന്ന സെഷനിൽ പറയാം. അപ്പം അത്തരത്തിൽ പ്രോഫിറ്റബിൾ ആകുന്ന ട്രേഡ്സ് മാത്രം നമുക്ക് കാണിച്ചു തരുന്ന തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല ഇൻഫ്ലുവൻസേഴ്സും പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു പണവും അവർ വാങ്ങും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു സ്കാംസ്, ഈ ഒരു ഇൻഡസ്ട്രിയിലെ സ്കാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന മിക്ക ആൾക്കാരും ഒരിക്കലും ട്രേഡിങ്ങിലൂടെ അല്ല അവർ പൈസ ആക്കുന്നത്. ഇത്തരത്തിലുള്ള ഒന്നുകിൽ സിംഗിൾ ഗ്രൂപ്പ്സ് സെല്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിഗ്നൽസ് സെല്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ VIP ടെലഗ്രാമിലുള്ള VIP ചാനൽസ് പ്രൊമോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സ്, പ്രീമിയം ഇൻഡിക്കേറ്റേഴ്സ് സെല്ല് ചെയ്തിട്ടൊക്കെയാണ് അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ട്രേഡിങ്ങിലൂടെയല്ല. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. ആക്ച്വലി നമ്മൾ നിയോഫൈ എന്താണ് ഉദ്ദേശിച്ചത്? നിയോഫൈയുടെ ഫിലോസഫി എന്ന് പറയുന്നത് നോ ഹൈപ്പ്. നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരാളെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇന്നലെയും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഡിഫിക്കൽട്ടീസ് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ റിയാലിറ്റി പറഞ്ഞുകൊണ്ടാണ് നിയോഫൈ ഓരോ ആൾക്കാരെയും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. കാരണം തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നോ ഫേക്ക് പ്രോഫിറ്റ്സ്, എന്തെങ്കിലും ഫേക്ക് ആയിട്ട് എന്തെങ്കിലും ക്ലെയിംസോ വലിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് മന്ത്ലി 100% അല്ലെങ്കിൽ 200% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രേഡറാക്കി നിങ്ങളെ മാറ്റാമെന്നോ അങ്ങനെ ഒന്നും ഇവിടെ നിയോഫൈ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നിയോഫൈ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കിൽസ്
നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിയോഫൈയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ എങ്ങനെ മാർക്കറ്റിനെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ നല്ലൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി, അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയി ട്രേഡ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നിയോഫൈ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഫേക്ക് പ്രോമിസസോ അങ്ങനെ എന്തെങ്കിലും തന്ന് പെട്ടെന്ന് ഒരു മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ നിങ്ങളെ വലിയൊരു ട്രേഡർ ആക്കാമെന്നോ ഒന്നും പറയുന്നില്ല. തിയറിയുടെ കൂടെ തന്നെ പ്രാക്ടിക്കലായും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒരിക്കലും നിയോഫൈൽ ഒരു ഷോർട്ട് കട്ടും ഇല്ല, കൃത്യമായി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നല്ലൊരു ട്രേഡറായി മാറി ഇൻഡിപെൻഡൻ്റ് ആയി ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഫ്യൂച്ചറിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ട്രേഡേഴ്സായി മാറ്റുക എന്നുള്ളതാണ് നിയോഫൈ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ വെബിനാർ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഫൗണ്ടേഷൻ സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നലെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന സെഷനുകളിൽ കുറച്ചുകൂടി ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചാർട്ടിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സ്ട്രാറ്റജി, അത് കഴിഞ്ഞ് മാസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീഡ്, ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡിങ്ങിനെ സമീപിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പല ആൾക്കാരും ട്രേഡിങ്ങിൽ ഫെയിലാവുന്നത് സ്ട്രാറ്റജി ഇല്ലാഞ്ഞിട്ടോ ട്രേഡിങ് അറിയാഞ്ഞിട്ടോ അല്ല, പക്ഷേ മൈൻഡ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്ന ചില ആൾക്കാർ ഞാൻ ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ 3 വർഷം എടുത്തു അല്ലെങ്കിൽ 5 വർഷം എടുത്തു എന്ന് പറയുന്നത് അവർ ഒരിക്കലും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റി മനസ്സിലാക്കാനോ എടുത്ത സമയമല്ല അവർ പറയുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയമാണ്. അതാണ് അതിൻ്റെ റിയാലിറ്റി. മൈൻഡ് സെറ്റാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് വെബിനാറിൽ കൃത്യമായി എങ്ങനെ ഒരു പ്രോ ലെവൽ ട്രേഡറായി എങ്ങനെ മാർക്കറ്റിനെ കാണാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എങ്ങനെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലേണിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് ലേണിങ്, ദെൻ വി ക്യാൻ റിമൂവ് ദ എൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലേണിങ്ങിലെ എൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലേണിങ്ങിൽ തുടക്കത്തിലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, പഠിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലൂടെ ഈ ഒരു ട്രേഡിങ്ങിലൂടെ മാത്രം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഷോർട്ട് കട്ട്സ് അന്വേഷിച്ചുകൊണ്ട് ഒരാളും നിയോഫൈയുടെ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യരുത്. ഇവിടെ ഒരു ഷോർട്ട് കട്ട്സും ഇല്ല. കൃത്യമായ റിയാലിറ്റി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു സ്കില്ല് നിങ്ങളിൽ ബിൽഡ് ചെയ്തെടുത്തുകൊണ്ട് നല്ലൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാനാണ് നിയോഫൈ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, ഓരോ വെബിനാർസും കൃത്യമായി അറ്റൻഡ് ചെയ്ത് കൺസിസ്റ്റൻ്റായി ഈ മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഇവിടെ വിജയിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഒരു പാഷനായി കാണുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആൾക്കാർക്കും ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലൂടെ വിജയിക്കാൻ പറ്റും. അത് നിയോഫൈയിലൂടെ ആണെങ്കിൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിയോഫൈ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഇതിപ്പോൾ നമ്മൾ 2 സെഷനെ കഴിഞ്ഞിട്ടുള്ള ഇനിയും ധാരാളം സെഷനുകളും ധാരാളം കാര്യങ്ങൾ ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ വരുന്ന സെഷൻസിൽ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ട്രേഡറായി ഇന്ന് മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡറായി മാറാൻ എല്ലാവർക്കും സാധിക്കും. അതിന് എല്ലാ ആൾക്കാരും ഇനി വരുന്ന സെഷൻസ് കൂടി കൃത്യമായി അറ്റൻഡ് ചെയ്യുക. വിജയാശംസകൾ നേരുന്നു. നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു വെരി മച്ച്.